നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. നാമനിർദ്ദേശ പത്രികകൾ സൂക്ഷ്മ പരിശോധന നടത്തി സ്വീകരിച്ചു കഴിഞ്ഞു. പത്രികകൾ പിൻവലിക്കാനുള്ള സമയപരിധി വ്യാഴാഴ്ച വൈകുന്നേരത്തോടുകൂടി അവസാനിക്കുകയാണ്. ആ സമയപരിധി അവസാനിക്കുന്നതോടുകൂടി മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചിത്രം ഏതാണ്ട് വ്യക്തമാവും, ക്ലിയറാകും. അതിൽ എത്ര സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ട്, എത്ര അപരന്മാർ രംഗത്തുണ്ട്, എത്ര സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ട് എന്നതിനെ സംബന്ധിച്ചെല്ലാം ഉള്ള ഒരു ചിത്രം വ്യാഴാഴ്ച വൈകുന്നേരത്തോടുകൂടി വ്യക്തമാവുകയും ചെയ്യും. ഏതായാലും പ്രചരണത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ പ്രചരണത്തിൻ്റെ വിവിധമായ മാർഗങ്ങൾ, വൈവിധ്യമാർന്ന മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ വോട്ടർമാരിലേക്ക് എത്താനുള്ള ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും സ്ഥാനാർത്ഥികളുമെല്ലാം. ഒരു ഘട്ടം പ്രചരണത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞു, സ്ഥാനാർത്ഥികൾ പൊതുപര്യടനത്തിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം മുന്നണികളും സ്ഥാനാർത്ഥികളും ആവേശപൂർവ്വമാണ് സംഘടിപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വിവിധ ഇടങ്ങളിലെത്തി വ്യക്തികളെ കണ്ടും വിവിധ സ്ഥാപനങ്ങൾ സന്ദർശിച്ചും സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പിന്റെ ചുവടുറപ്പിച്ചു. തുടർന്ന് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മണ്ഡലം തലത്തിലുള്ള കൺവെൻഷനുകൾ നടത്തി. പ്രാദേശിക തലത്തിലുള്ള കൺവെൻഷനുകളും പൂർത്തിയാക്കി. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ തുറന്നും കരുത്തുകാട്ടിയ മുന്നണികൾ ഇപ്പോൾ ബൂത്ത് തലത്തിലുള്ള കൺവെൻഷനുകളും കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ചും പ്രചാരണം നേരിട്ട് ജനങ്ങളിലേക്ക് എത്തുന്ന നിലയിൽ മാറ്റി. ഗൃഹസന്ദർശനവും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. ഒപ്പം സ്ഥാനാർത്ഥികൾ പൊതുപര്യടനത്തിലേക്കും കടന്നിരിക്കുകയാണ്. വോട്ടെടുപ്പിനായി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രചാരണത്തിനായി വൈവിധ്യമാർന്ന പരിപാടികളും മുന്നണികൾ സംഘടിപ്പിക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലയിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ ആകെ 88 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. പിൻവലിക്കേണ്ട സമയപരിധി കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ എത്ര പേർ സ്ഥാനാർത്ഥികളായി രംഗത്തുണ്ടാവും എന്നത് അറിയാൻ സാധിക്കൂ. മട്ടന്നൂർ മണ്ഡലത്തിൽ 6 പേരും, പേരാവൂരിൽ സ്വതന്ത്രരടക്കം 12 പേരും, ഇരിക്കൂറിൽ 6 പേരും സ്ഥാനാർത്ഥികളായി രംഗത്തുണ്ട്. പ്രമുഖ മുന്നണികളുടെ സ്ഥാനാർത്ഥികൾക്കെല്ലാം അപരന്മാരുമുണ്ട്. ഏതായാലും ബൂത്ത് അടിസ്ഥാനത്തിൽ പ്രവർത്തനം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് പ്രവർത്തകർ. കണ്ണൂർ ജില്ലയിൽ ആകെ 21,76,984 വോട്ടർമാരാണുള്ളത്. 2026 മാർച്ച് 15 വരെ അപേക്ഷ നൽകിയവരെ അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്.